ഗുഡ് മോർണിംഗ്. 6ാം ക്ലാസ്സുകാർക്ക് ഇൻഫോ മിററിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സിൻഡ്രല എന്ന് പറഞ്ഞൊരു പാഠം നമ്മൾ പഠിച്ചില്ലേ, അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും തന്നിട്ടുണ്ടായിരുന്നല്ലേ. അതിൻ്റെ ആക്ടിവിറ്റീസ് പെൻഡിങ് ആണ്. ആക്ടിവിറ്റീസിന് കുറേ ദിവസമായിട്ടേ നിങ്ങൾ ബഹളം വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് ഇന്ന് തരികയാണ്. ആക്ടിവിറ്റീസ് കുറേ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ? എന്തൊക്കെയാണെന്ന് വായിച്ചെങ്കിലും നോക്കിയിട്ടുണ്ടോ? തനിയൊന്ന് ചെയ്ത് ശ്രമിക്കുക, അതിനുശേഷം മാത്രം വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, നമുക്ക് നേരെ തന്നെ ചാപ്റ്ററിൻ്റെ ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോകാം, ആക്ടിവിറ്റീസിലേക്ക് പോകാം. എല്ലാവരും ഒരു പ്രാവശ്യം കൂടി പാഠമൊക്കെ വായിച്ച് വെക്കുക, ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക, ആക്ടിവിറ്റീസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് നോക്കുക, അതിനുശേഷം ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ആക്ടിവിറ്റീസ്? ആക്ടിവിറ്റി 1 എന്താണ്? റീഡ് ദി ഫോളോയിങ് പാസേജ്. താഴെ എന്ത് തന്നിട്ടുണ്ട്? ഒരു പാസേജ് തന്നിട്ടുണ്ട്. എന്താക്കും ഒരു പാരഗ്രാഫിൽ തന്നിരിക്കുന്നത്? സിൻഡ്രല ബെഗ്ഡ് ഹെർ സ്റ്റെപ്പ് മദർ ടു അലോ ഹെർ ടു അറ്റൻഡ് ദി ബോൾ. സിൻഡ്രല ആരെടുത്ത് ബെഗ് ചെയ്തു, യാചിച്ചു? സ്റ്റെപ്പ് മദറിൻ്റെ അടുത്ത്. എന്തോ യാചിച്ചേ? സ്റ്റെപ്പ് മദർ ടു അലോ ഹെർ ടു അറ്റൻഡ് ദി ബോൾ. അവളെയും കൂടി ആ ബോളിൽ നൃത്തവിരുന്നിൽ അറ്റൻഡ് ചെയ്യാനായിട്ട്, അവിടെ പങ്കെടുക്കാനായിട്ട് അനുവദിക്കണം എന്ന് പറഞ്ഞ് ബെഗ് ചെയ്യുന്നില്ലേ, ആ ഒരു കാര്യം. വാട്ട് യു സിൻഡ്രല, ഇൻ ഓൾ യുവർ ഡസ്റ്റ് ആൻഡ് ഡേർട്ട് യു വോണ്ട് ടു ഗോ ടു ദി ബോൾ, യു ഹാവ് നോ ഡ്രസ് ആൻഡ് നോ ഷൂസ്, യു വോണ്ട് ടു ഡാൻസ്. ഷീ ടേൺഡ് ഹെർ ബാക്ക് ടു സിൻഡ്രല and hurriedly set out with her 2 proud daughters. When Cinderella lost sight of them, she felt very sad. She started crying. Tears rolled down her cheeks. എന്തായാലും ഇത്ര സ്പീഡിൽ വായിച്ചു പോയത്? പഠിപ്പിച്ച ഭാഗമാണ്. ടെക്സ്റ്റിനകത്തു നിന്ന് എടുത്തിരിക്കുന്ന കുറച്ച് ഭാഗമാണ് തന്നിരിക്കുന്നത്. സിൻഡ്രല ഇങ്ങനെ സ്റ്റെപ്പ് മദറിൻ്റെ അടുത്ത് പറയില്ലേ, എന്നെയും കൂടി കൊണ്ടുപോകണമെന്ന്. അപ്പോൾ സ്റ്റെപ്പ് മദർ എന്താ തിരിച്ച് പറയുന്നത്? എന്ത്, നിനക്ക് പോകണമെന്നോ? ഇത്രയും ഡേർട്ടി ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിരിക്കുന്ന നിനക്കാണോ പോകേണ്ടത്? നിൻ്റെ കയ്യിൽ നല്ല ഡ്രസ്സില്ല, നല്ല ഷൂസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മക്കളെയും കൂട്ടി പോകുന്നില്ലേ? അത് കണ്ടുകൊണ്ട് സിൻഡ്രല കരയുന്നില്ലേ? അത്രയും ഭാഗമാണ് തന്നിരിക്കുന്നത്. വൈപ്പിംഗ് ഹർ ടിയേഴ്സ് ഷീ ബിഗാൻ ടു തിങ്ക്. കണ്ണുനീര് തുടച്ചുകൊണ്ട് അവൾ ചിന്തിക്കാൻ തുടങ്ങി. എന്തായിരിക്കും ചിന്തിച്ചത്? വാട്ട് വുഡ് ബി ദ തോട്ട്സ് ഓഫ് സിൻഡ്രല. എന്തായിരിക്കും ചിന്തിച്ചത്? അമ്മയെക്കുറിച്ചായിരിക്കില്ലേ? എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഈ സ്റ്റെപ്പ് മദർ മക്കളെ കൊണ്ടുപോയതുപോലെ എൻ്റെ അമ്മ എന്നെയും കൂടി പറഞ്ഞു വിട്ടേനെ, എന്നെ ഒരുക്കി വിട്ടേനെ എന്നൊക്കെ ചിന്തിക്കില്ലേ? അപ്പോൾ എന്തൊക്കെയായിരിക്കും ചിന്തിച്ചത് എന്ന് നമുക്ക് എഴുതണം. നമുക്ക് എഴുതാത് തോട്ട്സ് ഓഫ് സിൻഡ്രല എന്തൊക്കെയായിരിക്കും? ഓ ഗോഡ്, ഉറപ്പായിട്ടും ദൈവത്തെ വിളിക്കും അല്ലേ? ഓ ഗോഡ്, വൈ ഡിഡ് യു കോൾ മൈ മദർ ബാക്ക് സോ ഏർലി. എൻ്റെ അമ്മ എന്തിനാണ് ഇത്രയും നേരത്തെ തിരികെ വിളിച്ചത്? ഇഫ് മൈ മദർ ഈസ് ഹിയർ ഷീ വിൽ ഓൾസോ സെൻഡ് മീ ടു ദ ബോൾ ദാറ്റ് ഐ വിഷ് ടു ഗോ. ഞാൻ എവിടെ പോകാൻ ആഗ്രഹിക്കുന്നു? ബോളിൽ പോകാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അമ്മ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ എന്നെ നന്നായിട്ട് ഒരുക്കി ആ ബോളിലേക്ക് വിടുമായിരുന്നു. ഹിയർ ഐ ഹാവ് 2 sisters വിത്ത് മീ. ഇവിടെ എനിക്ക് 2 സിസ്റ്റേഴ്സ് കൂടെ ഉണ്ട്. മൈ സ്റ്റെപ്പ് മദർ മെയ്ഡ് ദം മോർ ബ്യൂട്ടിഫുൾ ആൻഡ് സെൻഡ് ദം ടു ദി ബോൾ. സ്റ്റെപ്പ് മദർ എന്ത് ചെയ്തു? അവരെ കൂടുതൽ സുന്ദരികളാക്കി എങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു? നൃത്തവിരുന്നിലേക്ക് പറഞ്ഞു വിട്ടു. ദേ വെയർ നോട്ട് റെഡി ടു ബ്രിങ് മീ വിത്ത് ദം. എന്നെയും കൂടെ കൊണ്ടുപോകാൻ അവർ തയ്യാറായില്ല. ഹൗ കുഡ് ഐ ഗോ. ഇനി ഞാൻ എങ്ങനെയാണ് പോകേണ്ടുന്നത്? ഐ ഹാവ് ഓൺലി ദീസ് റാഗ്സ് വിത്ത് മീ. എൻ്റെ കൂടെ കയ്യിൽ എന്താ ഉള്ളത്? ഈ റാഗ്സ്, അഴുക്ക് പിടിച്ച വസ്ത്രം മാത്രമാണുള്ളത്. ദേ ട്രീറ്റ് മീ ലൈക്ക് എ കിച്ചൺ മെയ്ഡ്. അവരെന്നെ എന്തുപോലെ കാണുന്നു? കിച്ചൺ മെയ്ഡ്, വേലക്കാരി പോലെ കാണുന്നു. വാട്ട് എ ഫേറ്റ് ഐ ഹാവ്. എനിക്ക് എന്ത് വിധിയാണുള്ളത്? ഡിയർ ഗോഡ് പ്ലീസ് ഗീവ് മീ എ വേ ടു അറ്റൻഡ് ദി ബോൾ. എനിക്കൊരു മാർഗം കാണിച്ചു തരണം. എന്തിന്? ബോളിൽ അറ്റൻഡ് ചെയ്യാൻ. ഇത്രയുമാണ് സിൻഡ്രലയുടെ തോട്ട്സ്. അടുത്ത എന്താണ് നിങ്ങളുടെ ആക്ടിവിറ്റി? നല്ലൊരു ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി 2. നല്ല തോനെ നമുക്ക് എഴുതാനുണ്ട്. ദ പ്രിൻസ് ബിക്കെയിം വെരി സാഡ് വെൻ സിൻഡ്രല ലെഫ്റ്റ് ഹിം. അല്ലേ, സിൻഡ്രല പ്രിൻസിൻ്റെ അടുത്ത് നിന്ന് പോകുമ്പോൾ പ്രിൻസ് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നില്ലേ? ഹിസ് സെർവൻസ് ബ്രോട്ട് ഹിം ദ ഗ്ലാസ് ഷൂ ദാറ്റ് സിൻഡ്രല ഹാഡ് ലെഫ്റ്റ് ഇൻ ദി റൂം. അപ്പോൾ സെർവൻസ് എന്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്? സിൻഡ്രല അവിടെ ഷൂ കളഞ്ഞിട്ട് പോയില്ലേ, അത് സെർവൻസ് എടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഹി വാണ്ടഡ് ടു ഫൈൻഡ് ഔട്ട് ദ ബ്യൂട്ടിഫുൾ ഗേൾ ഹു ഹാഡ് ഡാൻസ്ഡ് വിത്ത് ഹിം. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് വേണം? അദ്ദേഹത്തിൻ്റെ കൂടെ ഡാൻസ് ചെയ്തിരുന്ന ആ ഒരു ഗേളിനെ കണ്ടുപിടിക്കണം. The next day, അടുത്ത ദിവസം, he sent messengers to announce that the prince would visit every home to find out the lady. അടുത്ത ദിവസം എന്താണ്? മെസ്സഞ്ചേഴ്സിനെ അവിടെ നിന്നും സന്ദേശവുമായിട്ട് കൊട്ടാരത്തിൽ നിന്ന് ആൾക്കാരെ പറഞ്ഞു വിട്ടു. എന്താ സന്ദേശം? പ്രിൻസ് എല്ലാ വീട്ടിലും വരുന്നുണ്ട്. എന്തിനാണ്? ആ ലേഡിയെ കണ്ടെത്താൻ. ഫൈനലി ദ പ്രിൻസ് കെയിം ടു സിൻഡ്രലാസ് ഹൗസ്. ലാസ്റ്റ് എവിടെയും എത്തുന്നു? സിൻഡ്രലയുടെ ഹൗസിലും എത്തുന്നു.
Let us develop a skit based on the events that made Cinderella the princess bride. പ്രിൻസിന്റെ വധുവായി ആര് മാറുന്നുണ്ട് ലാസ്റ്റ്? സിൻഡ്രല്ല. അപ്പൊ അവിടം വരെയുള്ള സംഭവങ്ങൾ, പ്രിൻസ് വീട്ടിൽ വന്നിടം തൊട്ട് പ്രിൻസ് സിൻഡ്രലയെ ബ്രൈഡാക്കി സെലക്ട് ചെയ്യുന്നില്ലേ, വധുവാക്കി സെലക്ട് ചെയ്യുന്നില്ലേ, അവിടം വരെയുള്ള ഭാഗം ഒരു സ്കിറ്റായിട്ട്. എന്താ സ്കിറ്റ്? ചെറിയ ഒരു നാടകം, ചെറിയൊരു ഭാഗം. ആ ഭാഗം നമുക്കൊന്ന് അവതരിപ്പിക്കാം. ദ ഫോളോയിങ് ലാഡർ ഓഫ് ഇവന്റ്സ് വിൽ ഹെൽപ്പ് യു ടു ഡെവലപ്പ് ദി സ്കിറ്റ്. താഴെ ഒരു ലാഡർ എന്നിട്ടില്ലേ, ഒരു ഏണി. എന്താ? താഴേന്ന് മുകളിലോട്ട് നോക്കുക. എന്താ തന്നിരിക്കുന്നത്? ദ പ്രിൻസ് വിസിറ്റ് സിൻഡ്രലാസ് ഹൗസ്. ആദ്യത്തെ സംഭവം അത് കഴിഞ്ഞാൽ സിൻഡ്രല സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ട്രൈ ദി ഗ്ലാസ് ഷൂ. സിൻഡ്രലയുടെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ഗ്ലാസ് ഷൂ ട്രൈ ചെയ്യുന്നു. അത് കഴിഞ്ഞ് എന്താ? സിൻഡ്രല ട്രൈസ് ദി ഗ്ലാസ് ഷൂ ആൻഡ് ഇറ്റ് ഫിറ്റ്സ് ഹെർ വെൽ. അത് കഴിഞ്ഞ് സിൻഡ്രല അത് ട്രൈ ചെയ്യുന്നു, അവൾക്കത് കറക്റ്റ് ആകുന്നു. ദ പ്രിൻസ് മേക്ക് സിൻഡ്രല ഹിസ് ബ്രൈഡ്. ഇത്രയും സംഭവമാണ് നമുക്ക് ഉൾക്കൊള്ളിക്കാനുള്ളത്. ഇത് വെച്ചൊരു സ്കിറ്റ് തയ്യാറാക്കാമല്ലോ. എല്ലാവരും പഠിച്ചതല്ലേ പാഠം? നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന് ഉള്ളത്. എന്താ തന്നിരിക്കുന്നത്? സിൻഡ്രല തന്നിട്ടുണ്ട്. ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? സിൻഡ്രല, പ്രിൻസ്, സ്റ്റെപ്പ് മദർ, സ്റ്റെപ്പ് സിസ്റ്റർ 1, സ്റ്റെപ്പ് സിസ്റ്റർ 2, ഫെയറി ഗോഡ് മദർ, കോട്ടിയർ, ഇവരൊക്കെയാണ് ഉള്ളത്. കർട്ടൻ റൈസേഴ്സ്. കർട്ടൻ ഉയരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? വെൽ ഡെക്കറേറ്റഡ് റൂം ഓഫ് സിൻഡ്രലാസ് ഹൗസ്. സിൻഡ്രലയുടെ വീട്ടിലെ ഒരു വളരെ മനോഹരമായി അലങ്കരിച്ച റൂമാണ്. സിൻഡ്രല സ്റ്റെപ്പ് മദർ ആൻഡ് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ പ്രിൻസ്. അല്ലേ? സിൻഡ്രലയുടെ സ്റ്റെപ്പ് മദറും സ്റ്റെപ്പ് സിസ്റ്റേഴ്സും ഒക്കെ പ്രിൻസിനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. A courtier enters and announces the arrival of the prince. കോട്ടിയർ കയറി വരുന്നു. ഓടി പ്രിൻസ് അങ്ങ് വരത്തില്ല. പ്രിൻസ് വരുന്നതിന് മുമ്പ് പ്രിൻസിന്റെ കൂടെ ഉള്ള ഏതെങ്കിലും ഒരു ഭടന്മാരോ അല്ലെങ്കിൽ രാജകൊട്ടാരത്തിൽ ആരെങ്കിലും കൂടെ വരില്ലേ, അവർക്ക് പറയും പ്രിൻസ് ഇതാ വരുന്നുണ്ട് എന്ന്. അപ്പൊ എന്താ കോട്ടിയർ പറയുന്നത്? കോട്ടിയർ, ഹിസ് മാജസ്റ്റി ഈസ് അറൈവിംഗ് ഹിയർ. മെജസ്റ്റി, ഹിസ് മെജസ്റ്റി, യുവർ മെജസ്റ്റി, മൈ ലോഡ് എന്നൊക്കെ വിളിക്കുന്നത് രാജാവിനെയാണ്. അല്ലാതെ എന്താ പറഞ്ഞത്? ദാണ്ടെ പ്രിൻസ് വരുന്നുണ്ടേ എന്ന് പറയാൻ പറ്റത്തില്ല. എന്ത് പറയണം? ഹിസ് മെജസ്റ്റി, അവർ ലോഡ്, ഇങ്ങനെയൊക്കെയുള്ള പദങ്ങളാണ് നമ്മൾ രാജാവിനെയും അതുപോലെ ബഹുമാനിക്കപ്പെടുന്നവരെയൊക്കെ പറയാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ എന്താണ്? ഹിസ് മെജസ്റ്റി, ഹിസ് മെജസ്റ്റി ഈസ് അറൈവിംഗ് ഹിയർ എന്ന് പറയുന്നു. അപ്പൊ മറ്റുള്ളവർക്ക് സന്തോഷാവില്ലേ? അപ്പൊ അവരെന്തായിരിക്കും ഇനി റിയാക്ഷൻ എങ്ങനെയായിരിക്കും? പറഞ്ഞതിന് ശേഷം ആര് കയറി വരുന്നു? പ്രിൻസ് എൻറ്റേഴ്സ് ആൻഡ് ഓൾ വെയർ എക്സൈറ്റഡ്. എല്ലാവർക്കും എക്സൈറ്റ്മെന്റ് ഉണ്ടാകുന്നു. പ്രിൻസ് എന്താ പ്രിൻസ് പറയുന്നത്? ഹൗ മെനി ഗേൾസ് ആർ ഹിയർ. ഇവിടെ എത്ര പെൺകുട്ടികളുണ്ട്? സ്റ്റെപ്പ് മദർ 2, യുവർ മെജസ്റ്റി. എന്താ? യുവർ മെജസ്റ്റി 2 കുട്ടികളാണുള്ളത്. പ്രിൻസ് കോൾ ദം ടു ട്രൈ ദിസ് ഗ്ലാസ് ഷൂ. എന്താ? അവരെ വിളിച്ചിട്ട് ഈ ഷൂ വന്നിട്ട് നോക്കാൻ പറയൂ. സ്റ്റെപ്പ് സിസ്റ്റർ 1. അപ്പോൾ സ്റ്റെപ്പ് സിസ്റ്റർ 1 എന്താ? ആദ്യം തന്നെ ചാടി വീണു. എന്താ പറയുന്നത്? ഓ യുവർ മജസ്റ്റി, ഇറ്റ് ഈസ് മൈ ഷൂ. അയ്യോ, ഇതെന്താ? എൻ്റെ ഷൂ ആണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത്. ഐ ലെഫ്റ്റ് ഇറ്റ് ഇൻ ദി ബോൾ. ഞാനത് എവിടെ കളഞ്ഞു? ആ ബോളിൽ അങ്ങ് കളഞ്ഞിട്ട് വന്നതാണ്, എൻ്റെ ആണല്ലോ എന്ന് പറയുന്നു. പ്രിൻസ് ഗിവ്സ് ഹർ ദ ഷൂ. പ്രിൻസ് എന്ത് കൊടുക്കുന്നു? ആ ഷൂ അവളുടെ കയ്യിൽ കൊടുക്കുന്നു. The stepmother and the stepsister 1 exit with the shoe. അപ്പോൾ സ്റ്റെപ്പ് മദറും ഈ സ്റ്റെപ്പ് സിസ്റ്റർ 1ഉം ഈ ഷൂ ആയിട്ട് അങ്ങ് കയറി പോകുന്നു. എന്നിട്ട് എന്താ അവരുടെ സംഭാഷണം? സ്റ്റെപ്പ് മദർ, ട്രൈ ദിസ് ഡിയർ, നീ ഇതൊന്ന് നോക്കുമോളെ എന്ന് പറയുന്നു. സ്റ്റെപ്പ് സിസ്റ്റർ 1, ബട്ട് മദർ, ഇറ്റ് ഈസ് സോ ഷോർട്ട് ഫോർ മീ, മൈ ടോസ് ആർ നോട്ട് എൻറ്ററിങ് ഇൻ ടു ദി ഷൂ. സ്റ്റെപ്പ് സിസ്റ്റർ എന്താ പറയുന്നത്? ബട്ട് മദർ, ഇറ്റ് ഈസ് സോ ഷോർട്ട് ഫോർ മീ, ഇതെനിക്ക് വളരെ ചെറുതാണ്. മൈ ടോസ് ആർ നോട്ട് എൻറ്ററിങ് ഇൻ ടു ദി ഷൂ. എന്താ? ഈ ഷൂവിനകത്തേക്ക് എന്ത് വരുന്നില്ല? എൻ്റെ ടോസ് കയറുന്നില്ല. അപ്പൊ സ്റ്റെപ്പ് മദർ പറഞ്ഞു കൊടുക്കുന്ന ബുദ്ധി എന്തായിരുന്നു? കട്ട് ദ ടോ ഓഫ് വിത്ത് ദിസ് നൈഫ്. ഒരു കത്തി കൊടുത്തിട്ട് എന്ത് പറയുന്നു? ടോ അങ്ങ് മുറിച്ച് കളഞ്ഞേക്ക്. വെൻ യു ആർ എ ക്വീൻ, നീ രാജ്ഞിയായി മാറുമ്പോൾ യു വിൽ നെവർ ഹാവ് ടു ഗോ ഓൺ ഫുഡ്. നടക്കുവാണെങ്കിൽ പാത്രം പോരെ വരലൊക്കെ. അപ്പൊ എന്താ? രാജ്ഞിയാകുമ്പോൾ നിനക്ക് നടക്കേണ്ടി വരുമോ? ഇല്ല. അപ്പൊ നീ എന്ത് ചെയ്യുക? അതങ്ങ് മുറിച്ച് കളഞ്ഞേക്ക് എന്ന് പറയുന്നു. സ്റ്റെപ്പ് സിസ്റ്റർ 1 ഡസ് സോ. അപ്പൊ അമ്മ പറഞ്ഞ കണക്കാണ് ചെയ്യുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദേ അപ്പിയർ ബിഫോർ ദി പ്രിൻസ്. അതിനുശേഷം അവർ എങ്ങോട്ടേക്ക് വരുന്നു? പ്രിൻസിന്റെ അടുത്തേക്ക് വരുന്നു. പ്രിൻസ് ലുക്സ് അറ്റ് ഹെർ ഫീറ്റ് ആൻഡ് ഡ്രോസ് ബാക്ക് ഇൻ ഹൊറർ. എന്താ? പ്രിൻസ് കാലിലോട്ട് നോക്കി ഉടനെ പേടിച്ച് ബാക്കിലോട്ട് മാറിയിട്ട് എന്താ പറയുന്നത്? പ്രിൻസ്, ഓ ബ്ലഡ്, നോട്ട് ദ റൈറ്റ് ബ്രൈഡ്, ഗോ. എന്താണ്? ബ്ലഡ് ഉണ്ട് കാലില്, നീ അല്ല കറക്റ്റ് ആള്, നീ പൊയ്ക്കോ എന്ന് പറയുന്നു. സ്റ്റെപ്പ് മദർ, യുവർ മെജസ്റ്റി, മേ ബി ഇറ്റ് ഈസ് മൈ അതർ ഡോട്ടേഴ്സ് ഷൂ.
അപ്പൊ എന്താ സ്റ്റെപ്പ് മദർ വിടുവോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇതെന്റെ രണ്ടാമത്തെ മോള് ആയിരിക്കും എന്ന് പറയുന്നു. പ്രിൻസ് ടു ദി സ്റ്റെപ്പ് സിസ്റ്റർ 2. അപ്പൊ പ്രിൻസ് സ്റ്റെപ്പ് സിസ്റ്റർ 2ന്റെ അടുത്ത് എന്ത് പറയുന്നു? ഓക്കെ, യു ട്രൈ ഇറ്റ്. അപ്പം അവളുടെ കയ്യിൽ കൊടുക്കുന്നു. സ്റ്റെപ്പ് മദർ ആൻഡ് സ്റ്റെപ്പ് സിസ്റ്റർ 2 എക്സിറ്റ് വിത്ത് ഷൂ. അപ്പൊ അവർ രണ്ടുപേരും കൂടെ ഷൂവുമായിട്ട് അവിടെ നിന്ന് പോകുന്നു. സ്റ്റെപ്പ് സിസ്റ്റർ 2, ഓ മൈ ഹീൽ ഡസൻറ്റ് എൻറ്റർ ഇൻ ടു ദി ഷൂ. എന്താണ്, എൻ്റെ ഹീല് അങ്ങോട്ട് കയറുന്നില്ല. അപ്പൊ മദർ എന്ത് പറയുന്നു? കട്ട് യുവർ ഹീൽ വിത്ത് ദിസ് നൈഫ്. എന്താ, ഹീൽ എന്ത് ചെയ്യുക? നൈഫ് വെച്ചങ്ങ് കട്ട് ചെയ്ത് കളയുക. വെൻ യു ആർ ദ കിങ്, നീയാണ് രാജ്ഞിയെങ്കിൽ എന്താണ്, യു വിൽ നെവർ ഹാവ് ടു ഗോ ഓൺ ഫുഡ്. നിനക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല, നടന്നു പോകേണ്ടി വരില്ല. അപ്പൊ പിന്നെ ഹീലിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ മുറിച്ചങ്ങ് കളഞ്ഞേക്ക്. ദേ എൻറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദി പ്രിൻസ്. പ്രിൻസിന്റെ മുമ്പിൽ എത്തുന്നു. പ്രിൻസ് നോട്ടീസസ് ദ ബ്ലഡ് ആൻഡ് ബിക്കംസ് ആങ്ക്രി. അപ്പൊ പ്രിൻസ് ഇപ്രാവശ്യവും കാലിൽ ചോര, രണ്ടാമത്തെ മോളുടെ കാലിലും ചോര കണ്ടിട്ട് ദേഷിക്കുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? പ്രിൻസ്, there is blood in your shoe also. This is not the right bride at all. നിന്റെ കാലിലും നിന്റെ ഷൂസിലും എന്തുണ്ട്? ചോരയുണ്ട്. അപ്പൊ നീയും എന്തല്ല, റൈറ്റ് ആയിട്ടുള്ള ബ്രൈഡ് അല്ല. അപ്പൊ ആര് വരുന്നു? സിൻഡ്രല എൻറ്റോ. സിൻഡ്രല കയറി വരുന്നു. സിൻഡ്രല, യുവർ മെജസ്റ്റി ലെറ്റ് മീ ട്രൈ ഇറ്റ്. എന്താണ്, ഞാനൊന്ന് നോക്കിക്കോട്ടെ യുവർ മജസ്റ്റി എന്ന് ചോദിക്കുന്നു. അപ്പോഴേ സ്റ്റെപ്പ് മദർ ദേഷിക്കും. സ്റ്റെപ്പ് മദർ എന്താ പറയുന്നു? സ്റ്റെപ്പ് മദർ, യു അഗ്ലി ക്രീച്ചർ, ഹൗ ഡേ യു കം ഇൻ ദീസ് ഡേർട്ടി റാക്സ്. നിനക്ക് എന്താണ്, നീ ഈ രൂപത്തിൽ ഇങ്ങനെ കയറി വരാൻ നിനക്ക് എങ്ങനെ തോന്നി എന്ന് പറഞ്ഞ് വഴക്ക് പറയുന്നു. പ്രിൻസ്, യു ക്യാൻ ട്രൈ ദിസ്. നിനക്കിത് നോക്കാം എന്ന് പറയുന്നു. സിൻഡ്രല സിറ്റ്സ് ഡൗൺ ആൻഡ് ട്രൈസ് വൺ ഷൂ. ഒരു ഷൂ എടുത്ത് സിൻഡ്രല നോക്കുന്നു. ദെൻ ഷീ ടേക്സ് ദ അതർ ഷൂ ഫ്രം ഹർ പോക്കറ്റ് ആൻഡ് ഇറ്റ് ഫിറ്റ്സ്. അല്ലേ, അവൾ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തത് എടുത്തിടുന്നു. അത് അവൾക്ക് കറക്റ്റ് ആകുന്നു. പ്രിൻസ് സർപ്രൈസ്. പ്രിൻസിന് ഭയങ്കര സന്തോഷമായി, അത്ഭുതമായി. ഓ ഷീ ഈസ് മൈ റൈറ്റ് ബ്രൈഡ്. അപ്പൊ ഇവളാണ് എൻ്റെ റൈറ്റ് ബ്രൈഡ് എന്ന് പറയുന്നു. സിൻഡ്രല സ്മൈൽസ് ആൻഡ് ബോസ് ഹെർ ഹെഡ്. സിൻഡ്രല എന്ത് ചെയ്യുന്നു? അവള് ചിരിച്ചുകൊണ്ട് തല കുനിക്കുന്നു. പ്രിൻസ്, കം വിത്ത് മീ മൈ ഡിയർ. സിൻഡ്രല, ഷോ മൈ ലോഡ്. എന്താണ്, എൻ്റെ കൂടെ വരൂ. അപ്പം ഷുവർ എന്ന് പറയുന്നു. അപ്പൊ അവിടെ ആർക്കും വരാം? ഫെയറി ഗോഡ് മദർ അവിടെ അപ്പിയർ ചെയ്യുന്നു. ഫെയറി ഗോഡ് മദറിന് സന്തോഷമാകുന്നു. ഇത്രയും നമുക്ക് കാണിക്കാം. ബാലൻസ് ഒരു കൊട്ടാരത്തിൽ പോകുന്നതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തും കൂടെ പറയായിരുന്നു? സ്റ്റെപ്പ് മദറിനെയും സിസ്റ്റേഴ്സിനെയും കൂടെ ഞാൻ കൂടെ കൊണ്ടുവന്നോട്ടെ എന്ന് ചോദിച്ച് പ്രിൻസിന്റെ അനുവാദത്തോടു കൂടി കൊണ്ടുപോയിരുന്നു. അപ്പൊ അത്രയും പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇത്രയും ഭാഗം മാത്രം മതി. ഓക്കെ, അടുത്തത് എന്താണ്? ആക്ടിവിറ്റി 3. എന്താണ്? ദ പ്രിൻസ് ഇൻവൈറ്റഡ് ദ ഗേൾസ് ഇൻ ദ ലാൻഡ് ടു ദ ബോൾ ത്രൂ എ പബ്ലിക് അനൗൺസ്മെന്റ്. ഗേൾസിനെ എല്ലാം പബ്ലിക് ആയിട്ടൊരു വിളംബരം നടത്തിയല്ലേ വിളിച്ചത്. ദിസ് വാസ് ദ അനൗൺസ്മെന്റ് റീഡ് ബൈ ദ മെസ്സഞ്ചർ ഇൻ പബ്ലിക് പ്ലേസസ്. എന്താ, പബ്ലിക് പ്ലേസിൽ മെസ്സഞ്ചർ വന്നിരുന്ന് വായിച്ച അനൗൺസ്മെന്റ് തന്നിട്ടുണ്ട്. ഫോർ ദ അറ്റൻഷൻ ഓഫ് ദി പീപ്പിൾ ഓഫ് ദി കൺട്രി. രാജ്യത്തെ ജനങ്ങൾ അറിയാൻ വേണ്ടി. ഹിസ് മെജസ്റ്റി ഷോൾ ഹാവ് എ ബോൾ അറ്റ് ഹിസ് പാലസ് ഓൺ നെക്സ്റ്റ് സൺഡേ. അടുത്ത സൺഡേയിൽ മെജസ്റ്റിയുടെ പാലസിൽ എന്തുണ്ടാകും? ഒരു നൃത്ത വിരുന്നുണ്ടാകും. ഓൾ അൺമാരിഡ് ഗേൾസ് ഓഫ് ദി കിങ്ഡം ആർ ഇൻവൈറ്റഡ് ടു ദി ബോൾ. വിവാഹം കഴിക്കാത്ത കുട്ടികളെയെല്ലാം എങ്ങോട്ടേക്ക് വിളിക്കുന്നു? ആ നൃത്ത വിരുന്നിലേക്ക് വിളിക്കുന്നു. ഹിസ് മെജസ്റ്റി ഷോൾ ചൂസ് വൺ എമംഗ് ദം ആസ് ഹിസ് ബ്രൈഡ്. അതിലൊരാളെ മെജസ്റ്റി തന്റെ വധുവായി തിരഞ്ഞെടുക്കും എന്ന് പറയുന്നു. ദ പ്രിൻസ് ചൂസ് സിൻഡ്രല ആസ് ഹിസ് ബ്രൈഡ്. പ്രിൻസ് ആരെയാണ് ചൂസ് ചെയ്യുന്നത്? സിൻഡ്രലയാണ് ചൂസ് ചെയ്യുന്നത്. ദ പ്രിൻസ് ആസ്ക്ഡ് ദ മെസ്സഞ്ചർ ടു മേക്ക് ആൻ അനൗൺസ്മെന്റ് ഇൻ പബ്ലിക് പ്ലേസസ് അറൗണ്ട് ദി കിങ്ഡം അബൌട്ട് ദി റോയൽ വെഡിങ്. പ്രിപ്പയർ ആൻ അനൗൺസ്മെന്റ്. എന്താണ്, സിൻഡ്രലയെ സെലക്ട് ചെയ്തു എന്നുള്ള വിവരം അറിയിച്ചുകൊണ്ട് ഒരു അനൗൺസ്മെന്റ്, റോയൽ വെഡിങ്ങിനെ പറ്റി ഒരു അനൗൺസ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നു. അത് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് എങ്ങനെ പറയാം? വെഡിങ് ഫെസ്റ്റിവൽ എന്ന് പറയാം. എന്നിട്ട് എന്ത് പറയാം? His Majesty has declared that our honorable prince has selected Cinderella as his bride. അപ്പൊ ഇത് ആര് പറയുന്നു? നമ്മുടെ രാജാവ് വിളംബരം ചെയ്യുന്നതായിട്ടിരിക്കട്ടെ, രാജകുമാരൻ ഇങ്ങനെ തീരുമാനിച്ചു എന്ന്. അതല്ല, രാജകുമാരന്റെ വിളംബരമായിട്ട് വേണമെങ്കിൽ നമുക്ക് എഴുതാം. എന്താണ്? His Majesty has declared that our honorable prince has selected Cinderella as his bride. സിൻഡ്രലയെ ബ്രൈഡായിട്ട് തിരഞ്ഞെടുത്തു. The wedding of our prince will be celebrated as a festival for our country. അപ്പൊ നമ്മുടെ രാജകുമാരന്റെ വിവാഹം എന്ന് പറഞ്ഞാൽ ചെറിയ രീതി നടത്തിയാൽ മതിയോ? ഇല്ല, ഒരു ഫെസ്റ്റിവലായിട്ട്, ഒരു ഉത്സവമായിട്ട് നടത്താൻ തീരുമാനിച്ചു. The royal wedding will be on Monday, 16th October 2020 at 11 AM. ഒക്ടോബർ 16, 2020 രാവിലെ 11 മണിക്കാണ് വിവാഹം. All are invited to the palace hall for the reception. എല്ലാവർക്കും ഹാളിലേക്ക് വരാം, റിസപ്ഷൻ ഉണ്ട് എന്ന് ഇൻവിറ്റേഷൻ പറയുന്നു. വിളംബരമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആക്ടിവിറ്റി 4. എന്താണ്? We usually invite friends and relatives for parties or celebrations. അല്ലേ, പാർട്ടികൾക്കും സെലിബ്രേഷൻസിനും ഒക്കെ നമ്മൾ ആരെ വിളിക്കാറുണ്ട്? ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ വീട്ടിലേക്ക് ക്ഷണിക്കാറില്ലേ?
ഹിയർ ആർ ടു സച്ച് ഇൻവിറ്റേഷൻസ്. അതുപോലത്തെ 2 ഇൻവിറ്റേഷൻസ് തന്നിട്ടുണ്ട്. റീഡ് ദം. അതൊന്ന് വായിക്കാം. എന്തൊക്കെയാണ്? Join us for the birthday party of our little Peter is turning 9, Saturday, October 4, 11 a.m. at our residence, Green Valley, Pero. We hope to see you there. ഒരു എന്താണ് ബർത്ത്ഡേയുടെ ഇൻവിറ്റേഷൻ. അടുത്ത എന്താണ്? With your blessings, let your home be blessed forever. We cordially invite you and your family on the occasion of the house warming ceremony on Saturday, March 8 at 8 a.m. എന്താ അടുത്തത്? ഹൗസ് വാർമിംഗ്, വീടിൻ്റെ പാല് കാച്ച് ചടങ്ങ്. അത്രയും 2 എണ്ണം തന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ എന്താ ചോദിച്ചിരിക്കുന്നത്? നൗ ഡിസൈൻ ആൻ ഇൻവിറ്റേഷൻ കാർഡ് ഫോർ യുവർ ബർത്ത്ഡേ. നിങ്ങളുടെ ബർത്ത്ഡേയുടെ ഒരു ഇൻവിറ്റേഷൻ കാർഡ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇൻക്ലൂഡ് ഡീറ്റെയിൽസ് ലൈക്ക് എന്താ ഡീറ്റെയിൽസ് ഉൾക്കൊള്ളിക്കുക. ഹൂം യു വോണ്ട് ടു ഇൻവൈറ്റ്, ആരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നു, വെയർ ദ വെന്യൂ, എവിടെ വെച്ചാണ്, വെൻ ഇറ്റ് വിൽ ബി, എന്നായിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേണം. ആദ്യം എന്താ ഞാൻ ആരാണെന്ന് അറിയിക്കണ്ടേ? എൻ്റെ ബർത്ത്ഡേക്ക് എല്ലാവരും വരണേന്ന് പറഞ്ഞിട്ട് ഞാൻ ആരാന്ന് പറയാതിരിക്കാൻ പറ്റുമോ? അപ്പം നമ്മുടെ ഡീറ്റെയിൽസും വേണം അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം? നമുക്ക് നിങ്ങളുടെ പേര് കൊടുക്കാം അല്ലേ? അപ്പം നിങ്ങളുടെ പേര് എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. സൂര്യ എന്ന് ഞാൻ കൊടുത്തു. സൂര്യ നിവാസ് കോഴിക്കോടെന്ന് കൊടുത്തു. പിന്നെ എന്താണ്? കോഡിലി ഇൻവൈറ്റഡ് യു ആൻഡ് യുവർ ഫാമിലി ടു മൈ 11th ബർത്ത്ഡേ പാർട്ടി. എൻ്റെ 11ാമത്തെ ബർത്ത്ഡേ പാർട്ടിക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. പിന്നെ ഡേറ്റ്, ടൈം, വെന്യൂ ഒക്കെ പറയാം. പിന്നെ ഓൾ ആർ വെൽക്കം, എല്ലാവരും വരാൻ പറയാം. വേണമെങ്കിൽ ഒരെണ്ണം കൂടി പറയാം. എന്താണ്? ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവരരുത് പറയണോ? അങ്ങനെ പറയണ്ടല്ലേ? എന്താ? ഗിഫ്റ്റാണ് എനിക്ക് ആവശ്യമല്ലേ? അപ്പോൾ ഗിഫ്റ്റ് വേണ്ടാത്തവരെന്ത് പറയാ? പ്ലീസ് അവോയ്ഡ് ഗിഫ്റ്റ് എന്ന് പറയുക. ഇല്ലെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യല്ലേ എന്നൊന്നും പറയണ്ട, ഒന്നും പറയണ്ട ഗിഫ്റ്റിനെ പറ്റി കേട്ടോ. ഗിഫ്റ്റ് വേണ്ടാത്തവർ പ്ലീസ് അവോയ്ഡ് ഗിഫ്റ്റ്സ് എന്ന് പറയാം. ഓക്കെ, അത്രയാകുമ്പോഴത്തേക്കും എന്തായി? ഒരു ഇൻവിറ്റേഷനായി. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയയിൽ ചെയ്യാം. ഫോട്ടോ വെക്കണോ? ഫോട്ടോ വെച്ച് ചെയ്യാം. പാരൻസിൻ്റെ ഡീറ്റെയിൽസിൽ പാരൻസ് എൻ്റെ മകൻ്റെ ബർത്ത്ഡേക്ക് ക്ഷണിക്കുന്നതായിട്ട് അങ്ങനെ ചെയ്യാം. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? നിങ്ങളുടെ ബർത്ത്ഡേക്ക് നിങ്ങളോട് ഇൻവൈറ്റ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങളുടെ പേരിൽ മതി. ഓക്കെ, അടുത്തത് എന്താണ്? ആക്ടിവിറ്റി 5. Here are some words to describe Cinderella. സിൻഡ്രലയെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ കുറേ വേർഡ്സ് തന്നിട്ടുണ്ട്. യൂസ് മോർ വേർഡ്സ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. കുറേ വേർഡ്സും കൂടി നമ്മൾ ആഡ് ചെയ്യണം. അട്രാക്റ്റീവ് എന്ന് തന്നിട്ടുണ്ട്, സ്മാർട്ട് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് പറയാം? ഗോർജിയസ് എന്ന് പറയാം. പിന്നെ എന്ത് പറയാം? ബ്യൂട്ടിഫുൾ പറയാം, എനർജറ്റിക് പറയാം, എന്തൂസിയാസ്റ്റിക് പറയാം, ലവബിൾ പറയാം. അങ്ങനെ കുറേയേറെ നല്ല നല്ല വാക്കുകൾ ഉപയോഗിക്കാം. നിങ്ങൾക്കറിയാവുന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്തേക്കാം. പിന്നെ എന്താണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? ആക്ടിവിറ്റി 6. റീഡ് ദി എക്സ്ട്രാക്ട് ഫ്രം ദ സ്റ്റോറി ഗിവൺ ബിലോ. സ്റ്റോറിയിൽ നിന്ന് തന്നിരിക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ്. ഇൻ ദ ബോൾ റൂം ഷീ ലുക്ക്ഡ് ലൈക്ക് എ പ്രിൻസസ്. അല്ലേ? ആ ഒരു നൃത്ത വിരുന്ന് സ്ഥലത്ത് അവളെ കാണാൻ എന്തുപോലെ ഇരുന്നു? പ്രിൻസസിനെ പോലെ ഉണ്ടായിരുന്നു. നത്തിങ് വാസ് ദൺ ഹേർഡ് ബട്ട് എ കൺഫ്യൂസ്ഡ് നോയ്സ്. വേറെ ഒന്നും കേൾക്കാൻ പറ്റിയില്ല. എന്ത് മാത്രമാണ് കേട്ടത്? ഹൗ ബ്യൂട്ടിഫുൾ ഷീ ഈസ്, ഹൗ ബ്യൂട്ടിഫുൾ ഷീ ഈസ് എന്നുള്ളത് മാത്രമാണ് കേട്ടത്. Read the following reactions of different people as Cinderella walked into the ballroom. കുറേ ആൾക്കാർ പറയുന്നില്ലേ അങ്ങനെയുള്ള കുറേ റിയാക്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഹൗ ബ്യൂട്ടിഫുൾ ഷീ ഈസ്, വാട്ട് എ സ്മാർട്ട് ഗേൾ ഷീ ഈസ്, ഹൗ പ്രിറ്റി ഷീ ലുക്സ്. അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? ലെറ്റ് us മേക്ക് സിമിലർ എക്സ്പ്രഷൻസ് യൂസിങ് ദ വേർഡ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. ഇതെല്ലാം എന്തൊരു സെൻറ്റൻസ് ആണെന്നറിയോ? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. എക്സ്ക്ലമേഷൻ മാർക്കിലാണ് അവസാനിക്കുന്നത്. ഒരു ക്വസ്റ്റ്യനകത്ത് ആരംഭിക്കുന്നു. അത് സെൻറ്റൻസസ് എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ഗ്രാമർ പോർഷൻ ചെയ്തിട്ടുണ്ട്. അത് കയറി നോക്കുക. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ തരും. ഡിസ്ക്രിപ്ഷനിൽ നിന്ന് എങ്ങനെ ലിങ്ക് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ വീഡിയോ, ഇതിൻ്റെ സൈഡിൽ കാണുന്ന ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് നോക്കുമ്പോൾ ബ്ലൂ കളറിൽ കാണുന്നതാണ് ലിങ്ക്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളുടെ ചെയ്തിട്ടുള്ള എല്ലാ ഗ്രാമറും കാണാം. അതിനകത്ത് സെൻറ്റൻസസ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നതിനകത്ത് 4 ടൈപ്പ് സെൻറ്റൻസസ് ഉണ്ട്. ഏതൊക്കെയാണെന്നല്ല അറിയോ? അസർട്ടീവ്, ഇമ്പറേറ്റീവ്, ഇൻട്രോഗേറ്റീവ് ആൻഡ് എക്സ്ക്ലമേറ്ററി. ഇവിടെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. അതെന്താണ് എന്ന് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്താൽ നമുക്ക് ഒരുപാട് സമയം വേണം. അപ്പോൾ അവിടെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് കയറി കാണുക. ഓക്കെ, എന്താണ്? യു മേ ബിഗിൻ ലൈക്ക് ദിസ്. ഹൗ വെച്ച് തുടങ്ങുക, വാട്ട് എ വെച്ച് തുടങ്ങുക, അങ്ങനെ പല രീതിയിൽ തുടങ്ങാം. ഏതൊക്കെ ഉപയോഗിക്കേണ്ട? ഹാപ്പി, ഡിലൈറ്റ്ഫുൾ, സ്ട്രേഞ്ച് ആൻഡ് സെൽഫിഷ്. ഈ 4 വാക്ക് വെച്ച് ഉപയോഗിക്കണം. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടുന്നത്? ഹൗ ഹാപ്പി ദ ഗേൾ ഈസ്, വാട്ട് എ ഡിലൈറ്റ്ഫുൾ സൈറ്റ് ഇറ്റ് ഈസ്, വാട്ട് എ സ്ട്രേഞ്ച് ഹോസ് ഇറ്റ് ഈസ്, വാട്ട് എ സെൽഫിഷ് വുമൺ ഷീ ഈസ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം. അടുത്ത എന്താണ്? വേറൊരെണ്ണം. ദ പ്രിൻസ് എക്സ്ക്ലൈംസ് ഹൗ ബ്യൂട്ടിഫുൾ ഷീ ഈസ്. പ്രിൻസും അത് അങ്ങനെ എക്സ്ക്ലൈം ചെയ്യുന്നുണ്ട്. എന്താണ്? അവൾ എത്ര സുന്ദരിയാണ്. വി ക്യാൻ ചേഞ്ച് ദിസ് എക്സ്പ്രഷൻ ഇൻ ദ ഫോളോയിങ് വേ. ഇതിനെ നമുക്ക് വേറെ രീതിയിൽ മാറ്റാം. ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. അതെന്നൊരു ഏത് സെൻറ്റൻസ് ആയി എന്നറിയോ? അസർട്ടീവ് സെൻറ്റൻസ് ആയി. അത് നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മാത്രമേ മനസ്സിലാവൂ. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ വീഡിയോ തന്നെ കാണണമെന്നില്ല. സെൻറ്റൻസസ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏത് വീഡിയോയിൽ നിങ്ങൾക്ക് കയറി കാണാം. അത് മനസ്സിലാക്കിയതിന് ശേഷമേ ഇത് പഠിക്കാൻ പറ്റൂ കേട്ടോ.
ലുക്ക് അറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക് സ്പേസസ്. അതിൻ്റെ ആൻസർ ഞാനിവിടെ തരുന്നുണ്ട്. ഹൗ കൈൻഡ് ഷീ ഈസ് എന്നുള്ളത്, പിന്നെ എന്താണ് ഹൗ സ്മാർട്ട് ഷീ ഈസ്, ഹൗ യങ് ഷീ ഈസ്, അത് കഴിഞ്ഞാൽ ഷീ ഈസ് എ ലവ്ലി ഗേൾ. ഇത്രയുമാണ് നിങ്ങൾക്ക് അവിടെ ഫിൽ ചെയ്യാനുള്ളത്. അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക, സെൻറ്റൻസ് പഠിക്കുക, അതിനുശേഷം നിങ്ങൾ ഡൗട്ട് ചോദിച്ചാൽ മതി, ആൻസർ തരാം. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. സിൻഡ്രല്ല എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു പോയത്തിൻ്റെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, എന്താണ് വുമൺ വർക്ക് അല്ലേ, അതും എടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാകുമ്പോഴത്തേക്കും കുറേയേറെ പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഇത്രയും ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ആദ്യം പഠിക്കുക. പുതിയ പുതിയ പോർഷൻസിന് നമ്മൾ വെപ്രാളം കുട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മുടെ ട്യൂഷൻ സെൻറ്ററുകളിൽ തന്നെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ കുറേ പോർഷൻസ് കയറി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തറവാക്കി പഠിച്ചതിന് ശേഷം മാത്രം അടുത്തത് പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ വെപ്രാളപ്പെട്ട് അവരെ കൂടെ ഓടി ഓടി എത്തുന്നതിനേക്കാളും നല്ലത് പഠിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിച്ച് പോവുക കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് നമുക്ക് അതായിരിക്കും പ്രയോജനം. എല്ലാം വാരി വലിച്ച് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊന്നും ഓർമ്മ കാണില്ല. കുറേശ്ശെ കുറേശ്ശെ പഠിച്ചു പോവുക. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാതെ പഠിച്ച് വെക്കാതെ മനസ്സിലാക്കി സ്വന്തമായിട്ട് ഐഡിയ ഒക്കെ വെച്ച് സ്പെല്ലിംഗ് ഒക്കെ പഠിച്ച് ഗ്രാമാറ്റിക്കൽ യൂസേജ് ഒക്കെ പഠിച്ച് ആലോചിച്ച് എഴുതി പഠിക്കണം. കുറച്ച് സമയം എടുത്ത് പഠിക്കണം കേട്ടോ. അപ്പോൾ ഒത്തിരി സമയം ഉണ്ടല്ലോ, നിങ്ങൾ 6 ആയിട്ടുള്ളൂ. പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് വരിക. ഇപ്പോൾ സെൻറ്റൻസിൻ്റെ ഒക്കെ കാണുക. ഗ്രാമറൊന്നും അറിഞ്ഞുകൂടാത്തിട്ടുണ്ടെങ്കിൽ ഗ്രാമർ വീഡിയോസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തേനകത്ത് പറയാനുള്ളത്. പിന്നെ പ്രധാനമായിട്ടുള്ള കാര്യം പ്ലേലിസ്റ്റാണ്. നിങ്ങൾ പ്ലേലിസ്റ്റും ഡിസ്ക്രിപ്ഷൻ ഞാനിവിടെ ഓൾറെഡി പറഞ്ഞതാണ്, ലിങ്കിൻ്റെ കാര്യം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചിരിക്കുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഉണ്ടാകും. ഓക്കെ, അതുപോലെ പ്ലേലിസ്റ്റ് നിങ്ങൾ ഏത് പാഠം എടുത്തിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിക്കുന്നതിലും ഭേദമാണ് നിങ്ങൾ ഇൻഫോമിറർ ചാനൽ എടുക്കുക. അതിലെ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ് കാണുന്നതിനകത്ത് ക്ലിക്ക് ചെയ്ത് താഴേക്ക് നോക്കുക. 6th സ്റ്റാൻഡേർഡ് ആണ് വേണ്ടതെങ്കിൽ ക്ലാസ് 6 എന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അതിനകത്തുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുവരെ 6th സ്റ്റാൻഡേർഡിന് എടുത്തിട്ടുള്ള എല്ലാം നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ മറ്റ് ക്ലാസ് 4th തൊട്ട് 12th വരെ +1 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. +1 2 ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം +1ഉം +2ഉം എല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. 8ലെ ചേട്ടന്മാരോടും ചേച്ചിമാരോടും പറയണം, അവർ സോഷ്യൽ നമ്മൾ എടുക്കുന്നുണ്ട്. 4 ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. എല്ലാവരും നന്നായിട്ട് വായിച്ചിട്ട് പഠിക്കുക. കമൻറ്റ് ബോക്സിൽ അടി കൂടാതിരിക്കുക. നല്ല നല്ല കമൻറ്റ്സ് ഇടുന്നതിന് വളരെ സന്തോഷം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.